നമസ്കാരം. വളരെയധികം വോളറ്റൈലിറ്റി നിറഞ്ഞ ഒരു ട്രേഡിംഗ് സെഷനായിട്ട് കൂടിയും ഇന്ന് നിഫ്റ്റി പുതിയ 52 വീക്ക് ഹൈ ആയ 21,505 എന്ന ലെവൽ ടച്ച് ചെയ്തതിന് ശേഷം മാർജിനൽ ഗെയിനോടുകൂടി പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. നിഫ്റ്റി 0.16% ഉയർന്ന് 21,453 ക്ലോസിംഗ് നൽകിയത്. ബാങ്ക് നിഫ്റ്റി 0.01%, BSE സ്മോൾ ക്യാപ് ഇൻഡെക്സ് 0.10% ഫ്ലാറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയപ്പോൾ മിഡ് ക്യാപ് ഇൻഡെക്സ് 0.31% ഇടിഞ്ഞു. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കിയാൽ 1017 സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. അതേസമയം 1121 സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. സെക്ടോറിയൽ ഇൻഡെക്സസ് പരിശോധിച്ചാൽ മെറ്റൽ, ഫാർമ, FMCG പോലുള്ള ഇൻഡെക്സുകൾ 0.3 മുതൽ 1% വരെ ഉയർന്നു. അതേസമയം IT സെക്ടർ 1%-നടുത്ത് ഇടിയുകയും ചെയ്തു. ഇന്ന് മോശം പെർഫോമൻസ് കാഴ്ചവെച്ചത് IT സെക്ടറിലെ സ്റ്റോക്കുകളാണ്. ഇന്ന് 1%-ന് മുകളിൽ ഉയർന്ന ഒരു സ്റ്റോക്കാണ് ഡിക്സൺ ടെക്നോളജി. ഇൻട്രാഡേയിൽ ഡിക്സൺ ടെക്നോളജി 3% ഉയർന്നു. സ്റ്റോക്ക് 6,382-നടുത്ത് ക്ലോസിംഗ് നൽകി. 38,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 121.65, ഡിവിഡൻഡ് ഈൽഡ് 0.047%. 6 മാസം കൊണ്ട് 40% റിട്ടേണും ഓൾ ടൈമിൽ 1000%-ന് മുകളിൽ റിട്ടേൺ നൽകിയ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലെ ഒരു കമ്പനിയാണ് ഡിക്സൺ ടെക്നോളജി. ഡിക്സൺ ടെക്നോളജിക്ക് CLSA ഔട്ട് പെർഫോം എന്ന റേറ്റിംഗ് നൽകുകയും ഡിക്സൺ ടെക്നോളജിയുടെ ടാർഗറ്റ് 5,675 നിന്നും 7,070 ഉയർത്തിയതിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഇന്ന് ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്ക് 1%-ന് മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയത്. ആദ്യം തന്നെ CLSA ഡിക്സൺ ടെക്നോളജിക്ക് ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയതിൻ്റെ പിന്നിലെ റാഷണൽസ് മനസ്സിലാക്കാം. ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷനും IT ഹാർഡ്വെയർ സെഗ്മെൻറ്റിലേക്ക് കമ്പനി അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതും ഡിക്സൺ ടെക്നോളജിയുടെ നെക്സ്റ്റ് ലെഗ് ഓഫ് ഗ്രോത്തായി പ്രവർത്തിക്കും എന്നാണ് CLSAയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ IT ഹാർഡ്വെയർ സെഗ്മെൻറ്റിൽ നിന്നും കമ്പനിക്ക് PLI സ്കീമിൻ്റെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമിൻ്റെ ബെനിഫിറ്റും ലഭിക്കുന്നുണ്ട്. ലെനോവോ എന്ന കമ്പനിയുടെ ലാപ്ടോപ്പുകൾ മാനുഫാക്ചർ ചെയ്യാനുള്ള ഓർഡറും ഡിക്സൺ ടെക്നോളജി എന്ന കമ്പനിക്ക് ലഭിച്ചു കഴിഞ്ഞു. ആൾറെഡി ഷവോമിയുടെ മൊബൈൽ ഫോണുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. മൊബൈൽ ഫോൺ കൂടാതെ കൺസ്യൂമർ ഡ്യൂറബിൾസ്, ലൈറ്റിംഗ് തുടങ്ങിയ പ്രൊഡക്റ്റുകളും കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നു. ഒരു വർഷം കൊണ്ട് 140% റിട്ടേൺ നൽകിയ ഒരു മൾട്ടി ബാഗർ സ്റ്റോക്ക് കൂടിയാണ് ഡിക്സൺ ടെക്നോളജി. അതേസമയം സ്റ്റോക്ക് പുതിയ ഹൈറ്റിലേക്ക് ഉയരും തോറും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നു എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. LIC ഡിക്സൺ ടെക്നോളജിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 5.012%-ൽ നിന്നും 3%-ലേക്ക് കുറച്ചിട്ടുണ്ട്. LIC 2%-നടുത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി. ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവരും CLSAയുടെ ടാർഗറ്റ് ചേസ് ചെയ്യുന്നവരും സ്റ്റോക്കിന് 6,000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ടിനെ സ്റ്റോപ്പ് ലോസായി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ സ്റ്റോക്ക് നെസ്ലെ ഇന്ത്യ ലിമിറ്റഡ്. സ്പ്ലിറ്റ് ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് 4.7% ഉയർന്ന സ്റ്റോക്കാണ് നെസ്ലെ ഇന്ത്യ ലിമിറ്റഡ്. 25,499-നടുത്ത് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകി. സ്റ്റോക്ക് ഇന്ന് 52 വീക്ക് ഹൈക്ക് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. 2.46 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 83.19, ഡിവിഡൻഡ് ഈൽഡ് 0.95%. 6 മാസം കൊണ്ട് 11% റിട്ടേണും ഒരു വർഷം കൊണ്ട് 26% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് നെസ്ലെ ഇന്ത്യ. നെസ്ലെ ഇന്ത്യ 25,000 രൂപയ്ക്കടുത്ത് വിലയുള്ള സ്റ്റോക്ക് ആയതുകൊണ്ട് പല റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിനും ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ടാകാം, അല്ലെങ്കിൽ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാകാം നെസ്ലെ ഇന്ത്യ സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചത്. 1:10 എന്ന റേഷ്യോയിലാണ് കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷമായിരുന്നു നെസ്ലെയുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ന്യൂസ് വന്നത്. ഇവിടെ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ കമ്പനിയുടെ ഓരോ ഷെയറുകളും 1 രൂപ ഫേസ് വാല്യൂ ഉള്ള 10 ഷെയറുകളായി സ്പ്ലിറ്റ് ആവുകയാണ്. സ്പ്ലിറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജനുവരി 5 ജനുവരി 4 ആകും എക്സ് ഡേറ്റ്. എക്സ് ഡേറ്റിന് മുൻപെയോ അല്ലെങ്കിൽ നെസ്ലെ ഇന്ത്യ എന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്കും സ്പ്ലിറ്റിൻ്റെ ബെനിഫിറ്റ് ലഭിക്കും. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 36% വർദ്ധിച്ച് 908 കോടിയായി മാറി. റവന്യൂ 9.6% വർദ്ധിച്ച് 5,036 കോടിയായി മാറിയിരുന്നു. കൂടാതെ ഈ കമ്പനിയിൽ റീസെൻ്റ്ലി FIS അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 12.3-ൽ നിന്നും 12.1%-ലേക്ക് കുറച്ചു. അതേസമയം DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 9.05%-ൽ നിന്നും 9.3%-ലേക്ക് ഉയരുകയും ചെയ്തു. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 24% റിട്ടേണും 5 വർഷം കൊണ്ട് 120% റിട്ടേൺ നൽകിയ FMCG സെക്ടറിലെ ഒരു കമ്പനിയാണ്.
സ്റ്റോക്ക് ആൾറെഡി 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നതുകൊണ്ടും കോർപ്പറേറ്റ് ആക്ഷനിലേക്ക് അധിക ദിവസമില്ലാത്തതുകൊണ്ടും സ്റ്റോക്കിൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്